ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് SSLC-ക്കാർക്ക് മാത്രമല്ല CBSE സ്റ്റുഡൻസിനും അവരുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ഒരു ടോപ്പിക്കും കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ പേര് സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ എന്താണ് സെൻസേഷൻ എന്ന് നമുക്ക് നോക്കാം. സെൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡ് തന്നെയാണ്. കാരണം നമുക്കിപ്പം കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ സാധിക്കുന്നുണ്ട്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ടെമ്പറേച്ചർ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പ്രഷർ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാമാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ സെൻസേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചൂടുവെള്ളം വേണം, അത് ഹീറ്റാണ് അല്ലെങ്കിൽ ചൂടാണ്. ആ ചൂടിനെ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? കൈമാറ്റം. ചൂടുവെള്ളം വീഴുമ്പോൾ നമ്മൾ എന്തായാലും കൈമാറ്റം. അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കണ്ണിന് നേരെ ഒരു കല്ലെറിയുന്നു, ഇത് നമ്മൾ കണ്ടു, നമ്മളെ കണ്ണുകൊണ്ട് നമ്മുടെ സൈറ്റ് അല്ലെ, കാഴ്ച എന്നുള്ള ശക്തി കൊണ്ട് നമ്മളതിനെ കണ്ടു. നമ്മൾ നേരെ ഒരു കല്ല് വരെ നമ്മൾ കണ്ടു, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മുഖം മാറ്റും. ഇതെല്ലാമാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻസേഷൻ അവിടെ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു സെൻസ് ഓർഗൻസ് ഉണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്കുണ്ടാകുന്ന സെൻസേഷൻസ് കാരണം നമ്മൾ ചില റെസ്പോൺസ് ചെയ്യുന്നു. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ശരിക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സെൻസേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ടച്ച്. ഓക്കെ, പിന്നെന്താണ്? സൗണ്ട്, sight, taste, smell, pressure പറയാം, ടെമ്പറേച്ചർ പറയാം, ഹീറ്റ് പറയാം, എല്ലാം പറയാം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഫോമിലുള്ള കാര്യങ്ങളെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ സ്റ്റിമുലസ് എന്ന് പറയും. അപ്പോൾ എന്താണ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസം. അതാണ് സ്റ്റിമുലസ്. എന്താണ് സ്റ്റിമുലസ്? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസ് ഇൻ ഓർഗാനിസം. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ ആരെങ്കിലും ടച്ച് ചെയ്താൽ നമ്മളത് ഫീൽ ചെയ്യും അല്ലേ? അപ്പം ആ ടച്ച് എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഒരാൾ നമ്മുടെ ബാക്കിൽ വന്ന് ജസ്റ്റ് നമ്മുടെ തോളിൽ തട്ടുവാണ്, നമുക്ക് എന്താണ്? നമ്മൾ ആദ്യം സെൻസ് ചെയ്തു, ആ നമ്മൾ ടച്ച് ഫീൽ ചെയ്തു, സോ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ ദാറ്റ് സെൻസ് അതെന്താണ്? ശബ്ദമാണ് അല്ലെങ്കിൽ സൗണ്ടാണ്. അതെങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും? നമ്മൾ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു, അത് നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ ഇതെല്ലാമാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. സ്റ്റിമുലസിന് എന്തുണ്ട്? നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ സ്റ്റിമുലസിന് നമ്മുടെ ബോഡി എങ്ങനെയാണ് നമ്മൾ പല സ്റ്റിമുലസിനെ എങ്ങനെയാണ് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ സ്റ്റിമുലസ് എന്ന് പറയുന്നത് 2 ഫോമായിട്ടാണ് മാറ്റുന്നത്. ഒന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്റ്റിമുലസും മറ്റൊന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഇന്റേണൽ സ്റ്റിമുലസും ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റിമുലസുമാണ് ഉള്ളത്. എന്തൊക്കെയാണ് ഇന്റേണൽ സ്റ്റിമുലസ് എന്നും എന്തൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്നും നോക്കാം. എന്താണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്? അതായിരിക്കും നമുക്ക് കൂടുതൽ അറിയാമെന്നല്ലേ. നമ്മൾ പറയും ലൈറ്റ്, അതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്. അതുപോലെ ടച്ച്, പ്രഷർ, ഹീറ്റ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണലി നമ്മുടെ ബോഡിയിലേക്ക് എഫക്ട് ചെയ്യുന്നതൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്? ഹങ്കർ, തേഴ്സ്റ്റ്, പെയിൻ, ഇതൊക്കെയാണ് ഇന്റേണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റിമുലസ് എന്നും എന്താണ് റെസ്പോൺസ് എന്നും ഉള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് സ്റ്റിമുലസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ന്യൂറോൺസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ടോപ്പിക്ക്. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ചാപ്റ്ററിലെ ആദ്യത്തെ, നമ്മുടെ ബയോളജി എന്ന് പറയുന്നത് SSLCയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പം അതിനു മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ലിവിങ് ഓർഗാനെ ഫോം ചെയ്തിരിക്കുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്, അല്ലെ? സെല്ലുകൾ, അതായത് സിമിലർ സെല്ലുകൾ ചേർന്നുകൊണ്ട് അത് ടിഷ്യൂ ഫോം ആയിരിക്കുന്നുണ്ട്. ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻ ആകുന്നുണ്ട്. അതുപോലെ ഓർഗൻ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റംസ് ചേർന്നാണ് ഒരു ഓർഗാനിസം ആയി മാറിയിരിക്കുന്നത്, അല്ലെ? ഇതില് ഇപ്പോ ഓർഗൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്? ഹാർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നി ഉണ്ട്, അതുപോലെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? സ്റ്റൊമക്ക് പറയാം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസ് ആണ്. പക്ഷെ ഹാർട്ട് ചെയ്യുന്ന ഫങ്ഷൻ അല്ല ലങ്സ് ചെയ്യുന്നത്, ലങ്സ് ചെയ്യുന്ന ഫങ്ഷൻ അല്ല കിഡ്നി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസിനും ഓരോ ഫങ്ഷൻ ആണുള്ളത്. അപ്പൊ ഈ ഓർഗൻസിന്റെ ഒക്കെ ഈ ഓർഗൻസ്, അപ്പൊ ഹാർട്ട് ആണെങ്കിൽ ഹാർട്ടിന്റെ സിസ്റ്റത്തിന്, അത് ഓർഗൻ സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുന്നത്? സർക്കുലർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ലങ്സ് ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം. കിഡ്നി ആണെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം. സ്റ്റൊമക് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗൻസിന്റെ ആ ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു ഫോം സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നോസ് വരുന്നുണ്ട്, ട്രക്കിയ, അതുപോലെ അത് നേരെ നമ്മുടെ ബ്രോങ്ക്യൂൾസ് വഴിയിട്ട് ആൽവിയോളിൽ എത്തുക. അതാണ് ലങ്സിന്റെ. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ഫുള്ളായിട്ട് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ ഓരോ ഓർഗാൻ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ എന്താണ് ന്യൂറോൺ? നമ്മുടെ ബോഡിയിലുള്ളൊരു സ്ട്രക്ചറൽ ഫോം ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ന്യൂറോൺ കണക്റ്റഡ് ആയിട്ട് ബോഡി ഫുൾ ന്യൂറോൺസ് ആണ്. അതായത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിൽ കൊണ്ടുപോവുക, ബ്രെയിനിൽ നിന്ന് തിരിച്ച് അതിന്റെ റെസ്പോൺസ് കൊണ്ടുവരിക, ഇതെല്ലാമാണ് ന്യൂറോണിന്റെ ഫങ്ഷൻ. അപ്പൊ ഈ ന്യൂറോൺ വരുന്ന സിസ്റ്റത്തിനെ, ഓർഗൻ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ന്യൂറോൺസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ പഠിക്കാം. അപ്പോ ആദ്യം തന്നെ ന്യൂറോൺ എന്താണ്? ന്യൂറോൺ എന്ന് പറയുന്നത് ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഫങ്ഷണൽ and structural unit of nervous system. ഓക്കെ, ഇതിൽ സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ എന്തായാലും നിങ്ങൾ കാണാതെ വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കുക. ആ സ്ട്രക്ചർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരിക്കണം. ഞാനിപ്പോൾ ആദ്യം വരയ്ക്കുന്നത് ഡെൻഡ്രൈറ്റുകളാണ്. ഡെൻഡ്രൈറ്റ്സ് ആണ് ഈ വരയ്ക്കുന്നത്.
അതായത് ഒരു സെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെല്ലിൽ എന്തൊക്കെയുണ്ട്? ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടല്ലേ, ഔട്ടർ കവറിങ് സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഒരു യൂക്കാരിയോട്ടിക് സെല്ലാണെങ്കിൽ ഇതെല്ലാം അതിലുണ്ടായിരിക്കും. സെൽ മെംബ്രെയിൻസ് ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. ഇതെല്ലാമാണ് ഒരു യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂറോണും ഒരു സെൽ തന്നെയാണ്. ആ സെൽ അല്ലെങ്കിൽ നെർവ് സെൽ തന്നെയാണ് ഈ സെൽ എന്ന് പറയുന്നതും. അതിലും ന്യൂക്ലിയർ മെംബ്രെയിനും അതുപോലെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസ് പിന്നെ എന്താ അതിൽ പറഞ്ഞേക്കുന്ന എല്ലാം, ഒരു സെല്ലിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പാർട്സ് നോക്കാം, എന്നിട്ട് ഈച്ച് പാർട്സിൻ്റെ ഫങ്ഷനും ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഏറ്റവും ടിപ്പ്, ഒരു ന്യൂറോണിൻ്റെ ടിപ്പാണ് ഈ വരയ്ക്കുന്നത്. അതായത് സിനാപ്റ്റിക് നോബാണ് ഈ കാണിച്ചിരിക്കുന്നത്. സിനാപ്റ്റിക് നോബിന് ഇത്തിരി ഫങ്ഷൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമുക്കധികം സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കാം. ഇപ്പോൾ വരയ്ക്കുന്നത് മൈലിൻ ഷീറ്റാണ്. അതായത് നമ്മുടെ ന്യൂറോണിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയാം. ന്യൂറോണിൻ്റെ ആക്സോണിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഈ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പഠിക്കുക. സിമ്പിളാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ. ഇവിടെ എന്താണ്, ന്യൂക്ലിയസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ട്സ് ആയിട്ട് കാണിക്കാം. ഇതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതായത് ഈ പോയിന്റ് ഇവിടെ ഇതിങ്ങനെ ബ്രാഞ്ചസ് പോലെ, ജസ്റ്റ് സ്പൈക്ക് പോലെ ബ്രാഞ്ച്ഡ് ഫോം തന്നെ പറയാം. അങ്ങനെ കാണുന്നതിനെ ഡെൻഡ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഡെൻഡ്രൈറ്റ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെയും കാണുന്നുണ്ട് ഡെൻഡ്രൈറ്റ്. ഇതും ഡെൻഡ്രൈറ്റ് ആണ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്, ഇതെല്ലാം ഡെൻഡ്രൈറ്റ് ആണ്. ഈ ഡെൻഡ്രൈറ്റ് എല്ലാം വന്നിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതായത് ഈ ഒരു പോയിന്റ് അല്ലെ, ഈ ഒരു പോയിന്റ് ആണ് അങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഈ പോയിന്റിനെ പറയുന്നത് ഡെൻഡ്രോൺ. അപ്പോൾ പലർക്കും ഇത് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. പലരും ഈ ബ്രാഞ്ച്ഡ് ഫോംസിനെ ഡെൻഡ്രോൺ എന്നും ഇതിനെ ഡെൻഡ്രൈറ്റ് എന്നും ഒക്കെ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. ഈ ബ്രാഞ്ച് ആയിട്ട് പുറത്തേക്ക് എക്സ്റ്റേണലി കാണുന്നത് ഡെൻഡ്രൈറ്റും അകത്ത് കാണുന്നത് ഡെൻഡ്രോണുമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് കാണുന്ന പോയിന്റ് ഇത് സെൽ ബോഡി എന്ന് പറയും. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സെൽ ബോഡി. അടുത്തതായിട്ട് ഈ സ്ട്രക്ചർ ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അത് കഴിഞ്ഞ് ഒരു ലോങ് ഫിലമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ലോങ് ഫിലമെന്റ് ആണ് ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത്. ഈ ലോങ് ഫിലമെന്റിനെ പറയുന്ന പേര് ആക്സോൺ എന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ആക്സോൺസ് വന്നിട്ട് ഒരു പോയിന്റിൽ എത്തിയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നതായിട്ട് കാണാം. ഈ സ്പ്ലിറ്റ് ആകുന്ന പോയിന്റിനെ ആക്സോണൈറ്റ് എന്ന് പറയും. ആക്സോണൈറ്റ്സ് സ്പ്ലിറ്റ് ആയിട്ട് കുറെ ബ്രാഞ്ച് ഫോംസ് ആയിട്ട് പോകുന്നുണ്ട്. ആ ടിപ്പില് ജസ്റ്റ് ഒരു നോഡ് പോലെ ഇരിക്കുന്നതിന് സിനാപ്റ്റിക് നോഡ് എന്നാണ് പറയുന്നത്. സിനാപ്റ്റിക് നോഡ്. ഇത് കറക്റ്റായിട്ട്, അതായത് വരയ്ക്കാനും അതുപോലെ തന്നെ ഇത് മാർക്ക് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് ഇമ്പൾസുകൾ എങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു വേർഡ് ഇപ്പോൾ പറഞ്ഞല്ലേ, ഇമ്പൾസ് എന്നുള്ളൊരു വേർഡ് പറഞ്ഞു. എന്താണ് അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറേ സ്റ്റിമുലസ്. ഈ സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റിമുലസ് ഉണ്ടാകുന്നു. ഇപ്പോൾ ടച്ച് ആണെങ്കിൽ ആ സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് ആണ് നമ്മളതിനെ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? 3 വേർഡ്സുകളാണ് ഇവിടെ പഠിക്കുന്നത് മെയിനായിട്ട്. അതായത് സ്റ്റിമുലസ്, ഇമ്പൾസ്, അത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിനിടയിൽ വരുന്ന ഒരാളാണ് ഈ ഇമ്പൾസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഒരു ന്യൂറോണിൽ കൂടി ഇപ്പം ഈ സ്റ്റിമുലസ് ഉണ്ടാകുന്നു, റെസ്പോൺസ് ഉണ്ടാകും. ഇതിനിടയിൽ ഒരാൾ ആക്ട് ചെയ്യേണ്ട, അതായത് ഈ മെസ്സേജസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ബ്രെയിനിൽ കൊണ്ടുപോകണം. തിരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് തിരിച്ചു കൊണ്ടുവരിക വേണം. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിനെ കൊണ്ടുപോകുന്നത്, മെസ്സേജ് എന്ന് പറയുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ആ മെസ്സേജിനെയാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക്കൽ മെസ്സേജസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോമിലായിരിക്കും ഈ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവയാണ് ഇമ്പൾസ് എന്ന്
പറയുന്നത്. അപ്പൊ ഇമ്പൾസ് എങ്ങനെയാണ് പോകുന്നു എന്ന് നോക്കാം. ആദ്യം ഇമ്പൾസ് ഡെൻഡ്രൈറ്റിൽ എത്തുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എത്തുന്നത് ഡെൻഡ്രൈറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് ഡെൻഡ്രോണിൽ എത്തുന്നു, സൈറ്റോപ്ലാസം എത്തുന്നു, ന്യൂക്ലിയസ് എത്തുന്നു. അത് ആക്സോണേറ്റ് വഴി അത് നേരെ പോകുന്നത് സിനാപ്റ്റിക് നോബിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കും സിനാപ്റ്റിക് നോബിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അത് പാസ് ചെയ്യിപ്പിക്കും എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒരിക്കലുമില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. ഈ ഒരു പോയിന്റിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കുറച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടെയാണ്. അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ക്ലിയർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിതിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻ നോക്കാം. അതും പഠിച്ചു കഴിഞ്ഞാൽ ന്യൂറോൺ എന്ന് പറയുന്ന ടോപ്പിക് ക്ലിയർ ആണ്. അപ്പോൾ സ്ട്രക്ചർ പഠിക്കുക, അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാൻ പഠിക്കുക, പിന്നെ അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ. ഇനി നമുക്ക് പാർട്ടിൻ്റെ ഫങ്ഷൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്തായിരുന്നു? ഡെൻഡ്രൈറ്റ് ആയിരുന്നു. ഡെൻഡ്രൈറ്റ് എന്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്? ആ ഫിഗർ ജസ്റ്റ് ഓർമ്മിക്കുക. ഡെൻഡ്രോൺ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണ്. അതുപോലെ ഇതിന്റെ ഫങ്ഷൻ എന്തായിരിക്കും? ഇപ്പൊ ഒരു ഇമ്പൾസ് ഫോം ചെയ്താൽ, ഒരു ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ, ഇതൊക്കെയാണല്ലോ ഇമ്പൾസ്. ഈ ഇമ്പൾസ് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചൂടുവെള്ളം വേണം. ഈ വീണ ചൂട് അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ്, ഒരു വേദന അല്ലെങ്കിൽ പെയിൻ എന്തായിക്കോട്ടെ, അതെല്ലാം എടുത്തുകൊണ്ട് പോകണം. ആ മെസ്സേജിനെ ബ്രെയിനിലേക്ക് എത്തിക്കണം. ആ എടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഫസ്റ്റ് ന്യൂറോണിന്റെ ആദ്യത്തെ ന്യൂറോണിന്റെ ഫസ്റ്റ് സ്ട്രക്ചർ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെൻഡ്രൈറ്റ്. സോ അതെന്താ ചെയ്യേണ്ടത്? ദ പാർട്ട് വിച്ച് റിസീവ് ഇമ്പൾസസ് ഫ്രം ദ അഡ്ജസ്റ്റന്റ് ന്യൂറോൺ. അപ്പം ഈ ഒരു നേരത്തെ ഒരു ന്യൂറോൺ നമ്മൾ കാണിച്ചായിരുന്നു, ന്യൂറോണിന്റെ സ്ട്രക്ചർ കാണിച്ചാൽ എന്താണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഈ ന്യൂറോൺ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു ന്യൂറോൺ വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക്, ഈ ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഇമ്പൾസിനെ ആദ്യം റിസീവ് ചെയ്യുന്ന ആളും ഡെൻഡ്രൈറ്റ് തന്നെയാണ്. അപ്പം ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഡെൻഡ്രൈറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് റിസീവ് ഇമ്പൾസ് ഫ്രം adjacent neuron. ഓക്കെ, അടുത്ത സ്ട്രക്ചർ എന്താ പഠിച്ചത്? ഡെൻഡ്രോൺ ആണ് അടുത്ത സ്ട്രക്ചർ. എന്താണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പാർട്ട് പ്രൊജക്റ്റിംഗ് ഔട്ട് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സെൽ ബോഡിയാണിത്. ഇതാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ പാർട്ട് പ്രൊജക്റ്റിംഗ് out from cell body. Okay, അതുപോലെ എന്തായിരിക്കും ഡെൻഡ്രോണിന്റെ ഫങ്ഷൻ? ഇറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് അടുത്ത സ്ട്രക്ചർ എന്താണ് അതിലേക്ക് വരുന്നത്? ആക്സോൺ ആണ്, അല്ലെ? അപ്പം അത് ഡെൻഡ്രൈറ്റിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്ത് സെൽ ബോഡിയിലേക്ക് കൊടുക്കുകയാണ് ഡെൻഡ്രോൺ ചെയ്യുന്നത്. കാരണം സെൽ ബോഡി കഴിഞ്ഞിട്ടാണ് ആക്സോണിലൂടെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. അതാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ക്യാരി ഇമ്പൾസസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്താ പഠിച്ചേ? അടുത്തതായിട്ട് ആക്സോൺ. ആക്സോൺ നോക്കിക്കേ, ആക്സോണിന്റെ ഫിഗർ നോക്കിക്കേ. ആക്സോൺ എന്ന് പറയുന്നത് ഒരു ലോങ് ഫിലമെന്റ് ആണ്. ഇത്രയും നീളമുള്ളൊരു ഫിലമെന്റ് ആണ് ആക്സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ പോയിന്റും. എന്താണ്? ഇറ്റ്സ് എ ലോങ്സ്റ്റ് ഫിലമെന്റ്. ലോങ്സ്റ്റ് ഫിലമെന്റ്.
ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന പാർട്ടാണ് ആക്സോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ഫിലമെന്റ് ഫ്രം ദ സെൽ ബോഡി. അതെന്താ ചെയ്യുന്നത്? സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാരി ഇമ്പൾസസ് ഫ്രം സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ആക്സോൺ ചെയ്യുന്നത്. അടുത്ത പാർട്ട് എന്താണ്? ആക്സോൺ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആക്സോൺ കഴിഞ്ഞിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് പോലെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതെന്ന് പറയുന്നത് ആക്സോണൈറ്റ് ആണ് അടുത്ത സ്ട്രക്ചർ. It is the terminal branch of axon. ടെർമിനൽ ആക്സോൺ കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ആവുന്നത് ആക്സോണിന്റെ എന്ത് പാർട്ടാണെന്ന് പറയാം? ആക്സോണൈറ്റ്. സോ ഇറ്റ്സ് എ ടെർമിനൽ പാർട്ട് ഓഫ് ആക്സോൺ. എന്താണ് ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ക്യാരി ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. ആക്സോണിൽ നിന്നും ഇതാണ് ആക്സോൺ. ആക്സോണിൽ നിന്നും സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസുകളെ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കടത്തിവിടുന്ന പോയിന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ക്യാരി ഇമ്പൾസസ് ടു സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും പാർട്സ് പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനാപ്റ്റിക് കാരണം ഇപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം ഈ ഒരു സിനാപ്റ്റിക് നോബിന്റെ ക്വസ്റ്റ്യൻസ് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പൊ പറഞ്ഞായിരുന്നു ഇമ്പൾസുകൾ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡെൻഡ്രൈറ്റ് വഴി, ഡെൻഡ്രോൺ വഴി, സെൽ ബോഡി വഴി, ആക്സോൺ വഴി, ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. ഈ സിനാപ്റ്റിക് നോബ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതൊരു ന്യൂറോണിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ന്യൂറോൺ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന, അതായത് സിനാപ്റ്റിക് നോബിൽ എത്തുന്ന ഇമ്പൾസുകൾ അടുത്ത ന്യൂറോണിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ന്യൂറോൺ ഇവിടെ വേണം. ഓക്കെ, ഇവിടെ ന്യൂറോൺ ആണെന്ന് കരുതുക. ഇതൊരു ന്യൂറോൺ, അടുത്തൊരു ന്യൂറോൺ ഇവിടെ വേണം. അപ്പൊ ഈ ന്യൂറോൺസ് നോക്കിക്കേ, ഈ ന്യൂറോണും ഈ ന്യൂറോണും രണ്ട് ന്യൂറോൺസ് ആണ് കാണിച്ചത്. ഇതെന്ന് പറയുന്നത് ആദ്യത്തെ ന്യൂറോണും ഇത് രണ്ടാമത്തെ ന്യൂറോണുമാണ്. അപ്പൊ ഈ രണ്ട് ന്യൂറോൺസിനും അതായത് ഫസ്റ്റ് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും അതുപോലെ സെക്കൻഡ് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമാണ് ഇവിടെ കണക്ഷൻ വരുന്നത്. ഇവിടെ നിന്ന് ചുമ്മാ ഇമ്പൾസ് ഇപ്പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. ഇവിടെ സിനാപ്റ്റിക് നോബിൽ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ ഈ സിനാപ്റ്റിക് നോബ് ഒരു ബാഗ് പോലെ ആക്ട് ചെയ്യും. അതായത് ബാഗ് എപ്പോഴും തുറക്കാൻ സാധിക്കത്തില്ല. ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു കെമിക്കൽ സെക്രീറ്റഡ് ആവും. ഈ കെമിക്കൽ എന്ന് പറയുന്നത് 2 types ഓഫ് കെമിക്കലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡോപാമിനും മറ്റൊന്ന് അസറ്റൈൽ കോളിനും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കെമിക്കലാണ് ഇവിടെ സെക്രീറ്റഡ് ആകുന്നത്. ഈ കെമിക്കലിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഇമ്പൾസുകൾ അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത്. ഇവിടെ നിന്ന് അടുത്തതിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകാൻ സഹായിക്കുന്നത്. സോ സിനാപ്റ്റിക് നോബിലുള്ളത് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ എക്സാമിന് ചിലപ്പോൾ സ്ട്രക്ചർ വരച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എ പാർട്ട് ബി പാർട്ട് ക്വസ്റ്റ്യനിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ നമ്മൾ ആൻസർ അറിഞ്ഞിരിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. സോ ആൻസർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മുടെ വരയ്ക്കുന്ന ഫിഗറിൽ എവിടെയാണ് സിനാപ്റ്റിക് നോബ് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. അപ്പം ഇതാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ നിന്നുമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്. 2 types ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡോപാമിനും മറ്റൊന്നെന്ന് പറയുന്നത് അസറ്റൈൽ കോളിനും. അത് ഞാൻ ഒന്നും കൂടി പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. അപ്പം ഇത്രയും അറിഞ്ഞിരിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അടുത്ത നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ അടുത്തതായിട്ട് വരുന്നത് സിനാപ്റ്റിക് നോബ്. എന്താണ് സിനാപ്റ്റിക് നോബ്? ഇറ്റ്സ് എ ടിപ്പ് ഓഫ് ആക്സോൺ അല്ലെ. ആക്സോൺ കഴിഞ്ഞു, ആക്സോണിന്റെ ടെർമിനൽ ബ്രാഞ്ച് ആയിട്ടുള്ള ആക്സോണൈറ്റ് കഴിഞ്ഞു. ആക്സോണൈറ്റ് കഴിഞ്ഞതിന് ശേഷം
അതായത് ആക്സോണൈറ്റിന്റെ ടിപ്പാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ് സെക്രീറ്റ് it secretes neurotransmitters. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള. ഒന്നെന്ന് പറയുന്നത് ഡോപാമിനും മറ്റൊന്ന് അസറ്റൈൽ കോളിനും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. അതായത് ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഒരു കവറിങ് വരുന്നുണ്ട്. ഇതിനെ മൈലിൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. മൈലിൻ ഷീറ്റ്. എന്താണ് മൈലിൻ ഷീറ്റ്? നോക്കിയേ, ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടാണ് മൈലിൻ ഷീറ്റ് ഇരിക്കുന്നത്. അതായത് ഫംഗ്ഷൻ വേറൊന്നുമല്ല, ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് മൈലിൻ ഷീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂട്രിയനും ഓക്സിജനും ആക്സോണിന് പ്രൊവൈഡ് ചെയ്യുകയും ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആക്സോണിനെ എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയുമാണ് മൈലിൻ ഷീറ്റ് ചെയ്യുന്നത്. ഈ മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഷ്വാൻ സെല്ലുകൾ കൊണ്ടാണ്. ഷ്വാൻ സെല്ല് ഈ ആക്സോണിനെ എൻസർക്കിൾ ചെയ്ത്, അതായത് കറങ്ങി സർക്കിൾ ചെയ്ത് എൻസർക്കിൾ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷ്വാൻ സെല്ലുകൾ ചേർന്നാണ് മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് മൈലിൻ ഷീറ്റ് ആണ്. അപ്പൊ അതെന്താന്ന് നോക്കാം. മൈലിൻ ഷീറ്റ് provide nutrient and oxygen. Nutrient and oxygen to arca axon. അതുപോലെ തന്നെ ഇമ്പൾസുകളെ ആക്സിലറേറ്റ് ചെയ്ത് കടത്തിവിടാൻ, അടുത്ത ആക്സോണൈറ്റിലേക്ക് കടത്തിവിടാനായിട്ട് സഹായിക്കുന്നത് മൈലിൻ ഷീറ്റ് ആണ്. So it accelerate impulse. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്നും ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മൈലിൻ ഷീറ്റ് ആണ്. പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഓക്കെ, അപ്പോൾ മൈലിൻ ഷീറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തു എന്ന് പറഞ്ഞത്? ഷ്വാൻ സെല്ലുകൾ ചേർന്നാണ് മൈലിൻ ഷീറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഷ്വാൻ സെൽ? It encircles the axon. ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നത്. അതായത് മൈലിൻ ഷീറ്റുകൾ ആക്സോൺ, അതായത് ഷ്വാൻ സെല്ലുകൾ ഫോം ചെയ്താണ് മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത്. ഷ്വാൻ സെല്ലുകൾ ആക്സോണിനെ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഷ്വാൻ സെല്ലുകൾ ഫോം ചെയ്താണ് മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക്